പുതിയെണ്ണാണോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് വീഡിയോ ആണ്. അപ്പോൾ വിനയുടെയും ഹരിച്ചേട്ടൻ്റെയും മാരേജ് ഡിസംബർ 17-നായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മളിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയോണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ഞാൻ കുറച്ച് മുന്നേ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല, എനിക്ക് എക്സാമും ക്ലാസ്സൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ തലേ ദിവസം ഞാനും അമ്മയും കൂടി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഹൽദി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ഓൾറെഡി സുജേഷും പ്രണും എത്താമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ ലേറ്റാക്കി, ഇന്നത്തെയും പോലെ തന്നെ. കുറച്ച് പേർക്കൊക്കെ വിനയനെ അറിയുന്നുണ്ടാവും. ഞാൻ അവളുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനയും ഞാനും രാഗിഷും ഞങ്ങൾ 3 പേരായിരുന്നു, 5 തൊട്ട് 7 വരെ ഫ്രണ്ട്സ്. അതിനുശേഷം ഞാനും വിനയ് ഹയർ സെക്കൻഡറി സെയിം സ്കൂളിലായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ നല്ല അറിയുന്നവരാണ്, ഫാമിലിയായിട്ടും എല്ലാവരും അറിയുന്നവരാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരുന്നൊരു കല്യാണമായിരുന്നു വിനയുടെ. അപ്പോൾ അത് എത്തി. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കേട്ടോ. അത് അവൾ നമുക്ക് ഓരോന്നും നമ്മൾ സജഷൻ ചോദിക്കും, എന്ത് ഡ്രസ്സ്, കളറ്. അപ്പോൾ നമ്മൾ എന്നോ ആ ഒരു മാരേജിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഒരുപാട്, അവൾ എറണാകുളമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇതവളുടെ അമ്മയാണ്, അത് അച്ഛനാണ്. പിന്നെ ഗ്രീൻ ഷർട്ടാണ് അവളുടെ ബ്രദറ്. അങ്ങനെ കുറേ നേരം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ച് എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറി മഞ്ഞളൊക്കെ തേച്ചു, അതേപോലെ സ്വീറ്റ്സൊക്കെ കൊടുത്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ വിനയുടെ കല്യാണം ഗുരുവായൂർ വെച്ചിട്ടാണ് താലികെട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അവർ 4:30-5 മണിയാകുമ്പോഴേക്കും പോവും. അപ്പോൾ നമ്മളെന്തായാലും പോകത്തില്ല. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫുഡ് അടി, നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടിയാണ്. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അവളുടെ ഫ്രണ്ട്സൊക്കെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കണ്ടിരുന്നു. ഇനി നമുക്ക് മാരേജിൻ്റെ അന്നത്തെ വീഡിയോ കാണാം. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് രാഗിഷയും കൂടി അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണമല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഫോട്ടോ ഫ്രെയിം അങ്ങനത്തെയൊക്കെ കൊടുക്കാറ്. അപ്പോൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ളത് കൊടുക്കുക എന്ന് വിചാരിച്ച് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു വളാഞ്ചേരി ടെക്സ്റ്റൈൽസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരമായിരുന്നു നമ്മൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ ആസ് യൂഷ്വൽ എൻ്റെ ലൈറ്റ് കമ്മർ ഫ്രണ്ട്സ് വന്നു. അങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് അത് പാക്ക് ചെയ്യാൻ കൊടുത്തു കേട്ടോ. ഈ ഒരു ഡ്രസ്സാണ്, ഒരു ചുരിദാർ ബിറ്റാണ്, ഫുൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ താലികെട്ടൊക്കെ നേരത്തെ കഴിഞ്ഞു. അവരിനി ഓഡിറ്റോറിയത്തിൽ വരും, അവിടെയാണ് ഇനി ബാക്കിയൊക്കെ ഫങ്ഷൻസ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ കുറച്ച് പേര് മാത്രമേ അമ്പലത്തിൽ പോയിട്ടുള്ളൂ, ഗുരുവായൂർ പോയിട്ടുള്ളൂ താലികെട്ടിന്. അത് ബാക്കിയുള്ളവരൊക്കെ ഇവിടെയാണ് കൂടുന്നത്. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴേക്കും വിനയ ഓൾറെഡി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആരതിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കയറി, അവരെ കണ്ടു, ഗിഫ്റ്റൊക്കെ കൊടുത്തു, ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിനി ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇത് മണികണ്ഠനാണ്. പിന്നെ പ്രണവിനെ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, കുറേ പേര് വീഡിയോസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയത് ഈ ഒരു ബ്രിഡ്ജ് കാണാനാണ്. ഇത് പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഭാരതപ്പുഴയാണ്, ഇപ്പുറം റെയിൽവേ ട്രാക്കാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. നമ്മുടെ ചാക്കോച്ചൻ്റെ കുഞ്ചാക്കോ ബോബൻ്റെ ഭീമൻ്റെ വഴി എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്തത് ഈ ഭാഗത്തു നിന്നായിരുന്നു. അപ്പോൾ അത് കാണാൻ വന്നപ്പോൾ ഞാൻ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു. എന്നിട്ടൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഓൾറെഡി ഉള്ളൊരു സ്പോട്ടാണിത്. അപ്പോൾ ഞാൻ പോയപ്പോൾ ഇവിടെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. മമ്മോസും പിന്നെ വൈറ്റ് സോസിൻ്റെ ഒരു റോളും ആയിരുന്നു വാങ്ങിയത്. പിന്നെ ഞാൻ കോൾഡ് കോഫിയായിരുന്നു മേടിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. എനിക്ക് ബസ് വരാൻ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതായാലും കുറച്ച് നേരം എല്ലാവരും കൂടി സംസാരിച്ചു. അപ്പോൾ പ്രണവിന് ഷൂ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ തൊട്ടടുത്ത് മാളിലൊക്കെ കയറി ചുമ്മാ നടന്ന് ഷൂ ഒക്കെ വാങ്ങി പോന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്, ടേക്ക് കെയർ, ലവ് യു ഓൾ.